നമസ്കാരം. സൈനുൽ ആബിദ് വെന്നിയൂരാണ്. സൗദി അറേബ്യ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക ചുട്ടുപഴുത്ത മരുഭൂമിയും അതുപോലെ തന്നെ ഈന്തപ്പഴ മരങ്ങളുമായിരിക്കും. എന്നിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരുപാട് കൃഷികളാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് പപ്പായത്തോട്ടങ്ങളാണ്. സൗദി അറേബ്യയിലെ പപ്പായത്തോട്ടം. ഏകദേശം 15,000 മരങ്ങളാണ് ഈ ഒരു തോട്ടത്തിൽ കൃഷി ചെയ്തിട്ടുള്ളതെന്നാണ് ഇതിൻ്റെ ഉടമ എന്നോട് പറഞ്ഞത്. 100 മേനി കൊയ്യുക എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഓരോ മരത്തിലും ഒരുപാട് പപ്പായകളാണ് കായ്ച്ചു നിൽക്കുന്നത്. ഓരോ മരത്തിലും എനിക്ക് തോന്നുന്നു 15,000 മരങ്ങളും ഇതുപോലെ തന്നെ ആയിരിക്കും. കാരണം കായ്ക്കാത്ത ഒരു മരം പോലും ഇവിടെ ഇല്ല. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ മരത്തിൻ്റെ വലിപ്പം ആകെ ഒരു 1.5 മീറ്റർ വലിപ്പമേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. ഇതുണ്ട് നമ്മൾ താഴത്തു നിന്ന് തന്നെ നമുക്കിതാ എൻ്റെ ചെസ്റ്റിൻ്റെ താഴെയാണ് ഇതുള്ളത്. കണ്ടില്ലേ, കൈകൊണ്ട് ഇങ്ങനെ അറക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഇത്ര ഉയരമുള്ളൂ എല്ലാ മരങ്ങൾക്കും. ദിവസേന ഓരോ കണ്ടെയ്നറാണ് ഇവിടെ നിന്നും മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് പപ്പായ കയറ്റുമതി ചെയ്യുന്നത്. ഇവിടെ ഇത് വിദൂരത്തൊന്നുമല്ല, ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന ജിസാനിലെ ഹർജ എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ സ്ഥാപനത്തിൻ്റെ തൊട്ട് മുന്നിലാണ് ഇങ്ങനൊരു തോട്ടമുള്ളത്. തീർച്ചയായിട്ടും അത് നിങ്ങളെ കാണിക്കൽ എൻ്റെ ബാധ്യതയാണ്. മനോഹരമായ ഈ തോട്ടത്തിൻ്റെ ആ എൻഡിൽ കാണുന്ന ആ ബിൽഡിംഗ് കണ്ടില്ലേ, ഇവിടെയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് ഈ ഒരു പ്രഭാതം, ഈ മനോഹരമായ കാഴ്ചയൊക്കെ കണ്ടിട്ടാണ് ഓരോ ദിവസവും പ്രഭാതം എൻ്റേത് പൊട്ടിവിടരുന്നത് അല്ലെങ്കിൽ പ്രഭാതം തുടങ്ങുന്നത്. ഈ കുഞ്ഞു മരം കണ്ടില്ലേ, ഇതിൻ്റെ എൻഡിലാണ് ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ താഴെ ഒരുപാട് പപ്പായ കാഴ്ച നിൽക്കുന്നുണ്ട്. ഒരുപാട് ഇതിൽ നിന്ന് അറുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അടിഭാഗത്തുള്ളതൊക്കെ, അതായത് പഴുത്തതൊക്കെ അവർ ഡെയിലി അറക്കും. അത് പാക്ക് ചെയ്യുന്നതും കയറ്റുമതി ചെയ്യുന്നതൊക്കെ ഞാനിപ്പം കാണിക്കാം. അപ്പോൾ ഇതൊരു പ്രത്യേകതരം പപ്പായ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇവിടെ നിന്ന് എത്ര പപ്പായ വേണമെങ്കിലും എനിക്കും എൻ്റെ കടയിൽ എൻ്റെ സഹപ്രവർത്തകർക്കൊക്കെ എടുക്കാനുള്ള അലൗഡ് ഉണ്ട്. കാരണം അത്രയും ഫ്രണ്ട്ലിയാണ് ഇതിൻ്റെ മുതലാളി ഞങ്ങളുമായിട്ട്. ഓരോ പപ്പായ മരത്തിലും ഇത്രയധികം വിളവെടുപ്പുണ്ടെങ്കിൽ ഇതിൻ്റെ 15,000 മരത്തിൽ എത്രത്തോളം ഉണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഡെയിലി ഓരോ കണ്ടെയ്നർ ഇവിടെ നിന്നും കയറ്റുമതി ചെയ്യുന്നത്. ഇതിലെ തൊഴിലാളികൾ പപ്പായ ഇറക്കാൻ പോകുന്ന കാഴ്ചയാണിത്. ഇവരുടെ അറുത്ത് ഇവിടെ കൊടുന്ന് ഇവിടെ നിന്ന് തന്നെയാണ് ഇതിൻ്റെ പാക്കിങ് നടക്കുന്നത്. ഇതുപോലെ പഴുത്ത് പാകമായതൊക്കെ ഇതുപോലെ പാക്ക് ചെയ്ത് വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇവിടെ ഇഷ്ടം പോണം പെട്ടികൾ വരും. ഇപ്പം രാവിലെ 6:30 മണിയാണ്. ഇതുപോലെ ഓരോന്നും കേടുവരാത്ത രീതിയിൽ ഇങ്ങനെ കുത്തനെ അടുക്കി വെച്ച് ആണ് ഇത് ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്നത്. ഇതൊക്കെ കയറ്റുമതി ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മരത്തിനൊക്കെ ഒരു 4 അടി ഹൈറ്റേ ഉണ്ടാവുള്ളൂ. എൻ്റെ നെഞ്ചിൻ്റെ താഴെയാണ് ഈ മരം നിൽക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, മരുഭൂമിയിൽ പൊന്ന് വിളയെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. ആ ഒരു പൊന്ന് വിളയുന്ന കാഴ്ചയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചത്. 100 മേനി എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ഇതാണ് മരുഭൂമിയിലെ പപ്പായത്തോട്ടം. ഇനി പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് മരുഭൂമിയിലെ വാഴത്തോട്ടമാണ്. ഒരുപാട് ആയിരക്കണക്കിന് വാഴകൾ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലം ഇവിടെ തന്നെ ഉണ്ട്. ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, മറ്റുള്ളവരും കൂടി കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് അടിച്ചാൽ മതി. കമൻറ്റുകൾ ഉണ്ടെങ്കിൽ അതും പറയാം, ഇഷ്ടപ്പെട്ടാൽ മാത്രം. ഓക്കെ. ഈ മരുഭൂമിയിലെ കാഴ്ച നിങ്ങളൊന്ന് കാണിച്ചെന്ന് മാത്രം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനുൽ ആബിദ് വെന്നിയൂർ.